ഡിസംബർ 3 ഡിസബിലിറ്റി ഡേയുടെ അന്ന് എടുത്ത വീഡിയോ ആണ് കേട്ടോ അത്. അതിപ്പോഴാണ് ഇടാൻ പറ്റിയത്. എന്നോട്ടാ എവിടേക്ക് പോണേ? ഡാൻസ് കളിക്കല്ലേ? ആ, അപ്പൊ എവിടെയാണ് ഡാൻസ്? എവിടെയുള്ളത്? ചെറുതുരുത്തി നില ക്ലബിന്റെ അവിടെ അല്ലേ? അപ്പൊ അടിച്ചു പൊളിച്ച് കളിക്കണം. ഓക്കെ. അപ്പൊ എന്താണ് എല്ലാവരുടെയും സപ്പോർട്ട്? അല്ലേ, സപ്പോർട്ട് വേണം. ഇഷ്ടായ ലൈക്ക് ചെയ്യണം. ഓക്കെ. അപ്പൊ ഇന്ന് ഞങ്ങള് ശരിക്കും പെട്ടു അല്ലേ? അച്ഛൻ എന്താ പറഞ്ഞേ? ഓട്ടോറിക്ഷ വിളിച്ച് പൊക്കോളാൻ പറഞ്ഞു. പക്ഷെ ഒന്നും കിട്ടിയില്ല. 4-5 പേരെ വിളിച്ചു, ആരും വന്നില്ല അല്ലേ? ഒക്കെ ബിസിയാ. അപ്പൊ നമുക്ക് നടക്കാം. 10 മിനിറ്റ് നടക്കാനേ ഉള്ളൂ. ഉണ്ണിക്കുട്ടനെ ഒരു 15 മിനിറ്റ് വേണ്ടി വരില്ലേ? ഇന്ന് ബസ്സിലാട്ടോ ഞങ്ങള് പോണേ. ബസ്സിൽ പോവാറേ ഇല്ല. ഇന്ന് ബസ്സിൽ വേഗം കയറണം കേട്ടോ. അപ്പം അതാ ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട്. അപ്പോഴേക്ക് ടീച്ചറെ കണ്ടത് അവൻ ഓടി ചെന്നു കേട്ടോ. എന്തായാലും പ്രോഗ്രാം സംഘടിപ്പിച്ച സ്ഥലത്തിനെ പറ്റി പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. അടിപൊളി വ്യൂ ആയിരുന്നു അവിടെ. നല്ല ഭംഗി. കുട്ടികളൊക്കെ 4 പുറം ഓടിക്കളിക്കുന്ന പാർക്ക്, പിന്നെ കാണാൻ നല്ല ഭംഗിയുള്ള പ്ലേസ് വരുന്നു അവിടെ കേട്ടോ. ഇങ്ങോട്ട് കുറേ പേര് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ പ്രോഗ്രാം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കുട്ടികളുടെ ഡാൻസും എല്ലാം അടിപൊളിയായിരുന്നു. ഉണ്ണിക്കുട്ടൻ്റെ ഡാൻസിനെ പറ്റി പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. ഞങ്ങൾ വിചാരിച്ചതിന് കൂടുതൽ അവൻ അടിപൊളിയായി കളിച്ചു. ഇവിടെ കോപ്പറേറ്റ് വരുന്ന കാര്യം ഉണ്ടല്ലോ, അതുകൊണ്ട് പിന്നെ പാട്ടിടാൻ പറ്റില്ല. മുക്കാബില എന്നുള്ള ഡാൻസാണ്. ഈ ഡാൻസ് തന്നെ വേറെ പാട്ട് വെച്ചിടാൻ പറ്റുമെങ്കിൽ ഒരു ഷോർട്സ് ഇടാട്ടോ. പിന്നെ ലാസ്റ്റ് ടീച്ചേഴ്സിൻ്റെ ഒക്കെ പാട്ടും ഡാൻസും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഡാൻസ് 2 ദിവസം കൂടെ തട്ടിക്കൂട്ടി കളിച്ചാന്നൊക്കെ പറഞ്ഞു. പക്ഷെ അടിപൊളിയായി കളിച്ചു എല്ലാവരും. എന്തായാലും കുടുംബ സംഗമം അടിപൊളിയായിട്ടോ. ടീച്ചേഴ്സും രക്ഷിതാക്കളും ഒക്കെ ഒരുപോലെ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് പ്രൈസ് വാങ്ങാൻ ഉണ്ണിക്കുട്ടൻ അപ്പോൾ ഒരു സ്റ്റെപ്പ്, അത് നല്ല രസമായിരുന്നു കേട്ടോ കാണാണ്ടായിരുന്നത്. അപ്പോൾ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചു. പിന്നെ പാർക്ക് കണ്ടപ്പോൾ ഊഞ്ഞാലാടാനൊന്ന് ആഗ്രഹം. അപ്പം ഞാനും ഉണ്ണിക്കുട്ടനും കുറച്ച് നേരം ഊഞ്ഞാലൊക്കെ ആടിയിട്ടോ. പ്രോഗ്രാം കഴിഞ്ഞപ്പോഴേക്കും 3-3:30 ആയിട്ടോ. അപ്പോൾ ഉണ്ണിക്കുട്ടൻ ചായ കുടിക്കണമെന്ന് പറഞ്ഞു. ഏട്ടൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോഴേക്ക്. പിന്നെ ചായ കുടിച്ചു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. വീട്ടിലെത്തിയപ്പോഴേക്കും സമ്മാനമൊക്കെ വേഗം തുറന്ന് നോക്കുകയാണ് കേട്ടോ അവൻ. അപ്പോൾ ഇതാണ് അവന് കിട്ടിയ സമ്മാനം. ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ.